ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എപ്പിസോഡാണ്. കാരണം മനുവിൻ്റെ വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുകയാണ് അലീനയുടെ കാര്യത്തിൽ. കഥയിലോട്ട് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ വിളിക്കുകയാണ്. അപ്പോൾ അലീനയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അലീന ഫോൺ എടുക്കും. അച്ഛൻ വീട്ടിലെത്തിയോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ, ഞാൻ പോയില്ല, ഞാനിവിടെ പുനലൂരിലൊരു ഹോട്ടലിൽ കയറി. ഒരു യാത്രാക്ഷീണം, ഒരു സുഖമില്ല മനസ്സിനും ശരീരത്തിനും, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. നിനക്ക് എങ്ങനെയുണ്ട് അവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയണം, എനിക്ക് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊന്നും പിടികിട്ടുന്നില്ല അച്ഛാ. കാരണം ഇവിടെ ഒരു പട്ടാളച്ചിട്ടയാണ്. പപ്പയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും റിട്ടയർ ആയിട്ടില്ലെന്നാണ്. ഒരു പട്ടാളച്ചിട്ട ജീവിതമാണ്, അതിനനുസരിച്ച് പറ്റിയ കുറച്ച് ജോലിക്കാരുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അച്ഛാ എന്ന് പറയുകയാണ്. ബാലചന്ദ്രൻ പറയണം, നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെച്ചെങ്കിലും നീ ഇങ്ങോട്ട് വിളിച്ചോളണ്ട, അച്ഛൻ അപ്പോൾ തന്നെ എത്തും, ഒരു പേടിയും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അലീനയെ ആശ്വസിപ്പിക്കുകയാണ്. ശരി അച്ഛാ, ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം, എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് ചെയ്തോളാം. അച്ഛൻ മരുന്ന് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കണം, യാത്ര ചെയ്താൽ ഇത്രയും ക്ഷീണമുള്ളതല്ലേ, എന്നിട്ട് നാളെ സമാധാനത്തിൽ പോയാൽ മതി, പിള്ളേരോട് വിളിച്ച് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെ എന്ന് പറയുകയാണ്. പിന്നെ ബാലചന്ദ്രൻ ഒന്നുകൂടി പറയും, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നീ അച്ഛനെ വിളിക്കണോട്ടോ മോളെ, അപ്പോഴേക്കും അച്ഛൻ ഓടിയെത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ അലീനെ ആശ്വസിപ്പിക്കുകയാണ്. ശരി അച്ഛാ, അച്ഛനൊന്നും പേടിക്കേണ്ട, ഞാനൊക്കെ വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ്. മനു നെടുമ്പുരയ്ക്കിൽ നിന്ന് കൊല്ലപ്പള്ളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വന്ന് ഒരു ഭയങ്കര വിഷമത്തിലാണ് മനു വീട്ടിൽ നിന്ന് കാറിലോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ മനുവിനെ സ്വീകരിക്കാൻ കമലയുണ്ട്. അപ്പോൾ കമല ഓടി വന്നിട്ട് ചോദിക്കുക, നീ വൈജയെ അവിടെ ആക്കിയോ, നീ അവിടെ ആക്കിയോടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയും, ഞാൻ വൈജാൻറ്റി അവിടെ കൊണ്ടുവാക്കാൻ തന്നെയല്ലേ പോയിട്ടുള്ളത് അമ്മ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമെന്ന്. അല്ല അപ്പോൾ ശരിക്കും അലീന പോയല്ലേ എന്ന്. സമാധാനമായി എന്ന് പറയണം. മനു ദേഷ്യം പിടിച്ചിട്ട് അകത്തോട്ട് കയറിപ്പോവും. എടാ മനു, നീ ഇതൊന്ന് പറഞ്ഞേ, നിൻ്റെ വായിൽ നിന്നും കൂടി അത് കേട്ടാൽ എനിക്കൊരു സമാധാനമായി എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ വല്യച്ഛനും അച്ഛനൊക്കെ ഇരിക്കുന്നുണ്ട് മനുവിൻ്റെ. അപ്പോൾ വല്യച്ഛനും അച്ഛനും ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കും, അല്ലടാ എന്തായി, ഞാൻ നിങ്ങളിൽ നിന്ന് വിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, എന്തായി അവളെ കൊണ്ടാക്കിയിട്ട്, എങ്ങനെയുണ്ട് വൈജ, അടങ്ങി ഒതുങ്ങി നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ്. മനു പറയും, ഒരു സാധ്യതയില്ല വലിച്ച, കാരണം ഇപ്പം തന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ ആ കുട്ടികളുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ബാലൻ അങ്കിൾ വരുന്ന വരെ ഇരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും വൈജാൻറ്റി ഡിറ്റക്റ്റീവിനെ പോലെ ആ വീട്ടിനുള്ളിൽ കയറി ഓരോ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ ഓരോ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ഇപ്പം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അങ്കിളായിട്ട് ചിലപ്പോൾ പ്രശ്നത്തിനൊന്നും വരുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷേ ആൻറ്റിയായിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എവിടെ പോയി അവസാനിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ശിവൻ ചോദിക്കും, അല്ല എന്താണ് ഇപ്പം ഇന്ന് പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണമെന്ന്. അപ്പം മനു പറയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, അലീനയ്ക്ക് എന്തോ കുറച്ച് സ്വർണവും ഡ്രസ്സ് വാങ്ങി കൊടുത്തതിനാണ് ഇന്നത്തെ പ്രശ്നമെന്ന്. അപ്പോൾ ശിവൻ പറയും, അതിനിപ്പോൾ എന്താ കുഴപ്പം, അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ, അവരുടെ വീട്ടിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനുള്ളൊരു സന്തോഷമാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന്. അപ്പോൾ കമല ചോദിക്കും, അല്ല എത്രയാണ് കൊടുത്തത്, എന്താ കൊടുത്തത്, നീ എന്ത് കൃത്യമായിട്ട് പറഞ്ഞേന്ന്. അപ്പോൾ നമ്മന് പറയും, 12.5 പവൻ സ്വർണവും 17,000 രൂപയുടെ ഡ്രസ്സുമെന്ന്. അത് കേട്ടതോടുകൂടി നെഞ്ചത്ത് കൈ വെച്ചിട്ട് നമ്മുടെ കമല പറയും, എൻ്റെ ദൈവമേ, ഇത്രയും 10-15 ലക്ഷം രൂപയുടെ മുതലോ, ഈ വീട്ടിലെ ജോലിക്കാർക്കാണോ അത്രയും രൂപയുടെ മുതൽ കൊടുക്കുന്നത്? ഇതിൽ വൈജ പ്രശ്നം ഉണ്ടാക്കിയതിൽ ഞാനൊരു കുറ്റവും പറയില്ല, കാരണം വൈജ പ്രശ്നം ഉണ്ടാക്കണം, കാരണം അവനവൻ്റെ മക്കൾ അനുഭവിക്കേണ്ട മുതലാണ് കണ്ണി കണ്ട വീട്ടുജോലിക്കാർ അനുഭവിക്കുന്നത്. ഇതിൽ ഒരിക്കലും ഞാൻ വൈജയെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞ് കമല കിടന്ന് തുള്ളുകയാണ്. അപ്പോൾ ഗംഗം പറയും, കമലെ, നീ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട, ഇതിനെ സംബന്ധിച്ച് വൈജയ്ക്ക് ഇനി നീ വിളിച്ചും ഒന്ന് പറയരുത്, കാരണം ഈ പ്രശ്നം സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്, അല്ലാതെ ഇത് കൂട്ടാനല്ല. കമല വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ. അപ്പോൾ കമലയ്ക്ക് ദേഷ്യം പിടിച്ച് കമല പറയും, അല്ലെങ്കിൽ ഈ വീട്ടിലെ ആണുങ്ങൾ എന്തിനും കൊള്ളാം, ചുക്കിനും കൊള്ളില്ല, ചുണ്ണാമ്പിനും കൊള്ളില്ല, എന്നാൽ ഇതിലും മിടുക്കി വൈജ തന്നെയാണ്, ഞാനെന്നും വൈജയുടെ ഭാഗത്ത് തന്നെ നിൽക്കുള്ളൂ, കാരണം വൈജ ഈ കാര്യത്തിൽ വൈജയാണ് ശരി, അല്ലാതെ അവളെ ഒന്നിനും കൊള്ളാത്ത ആങ്ങളമാരല്ല എന്ന് പറഞ്ഞ് കമല കിടന്ന് ചൂടാവുകയാണ്. പിന്നെ കമല പറയും, എന്തായാലും അവൾ പോയല്ലോ, അതൊരു സമാധാനം, എൻ്റെ മോനെ കണ്ണും കാലാശം കാണിച്ച് വളയ്ക്കാൻ നോക്കിയതാണ് അവൾ, എന്തായാലും അവൾ പോയല്ലോ, എനിക്ക് നല്ല ആശ്വാസമായി എന്ന് പറയുകയാണ്. അപ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ചോദിക്കും, എവിടേക്കാണ് അവളെ കൊണ്ടുപോയിട്ടുള്ളത്, ഏതാ വീട് എന്ന്. അപ്പം മനു പറയും, കുളത്തൂപ്പുഴയിലുള്ളൊരു വീടാണ് എന്ന്. അവിടെ ജോലിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഗംഗൻ.
അപ്പോൾ മനു പറയും ജോലിയുണ്ട്, അവിടെ അയാൾ സന്തോഷത്തിൽ തന്നെയാണ് അവളെ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന്. അപ്പോൾ കമല ചോദിക്കും എന്താ ജോലി, എന്താ ശമ്പളം എന്നൊക്കെ. അപ്പോൾ മനു പറയും 40,000 രൂപയാണ് സാലറി എന്ന്. അപ്പോൾ ഒരു വീട്ടുജോലിക്കാരിക്ക് 40,000 രൂപയോ എന്നൊക്കെ ചോദിച്ച് കമല വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മനു പറയും വീട്ടുജോലിക്കാരിയായിട്ടല്ല, അവിടുത്തെ സൂപ്പർവൈസറായിട്ടാണ് പോയിട്ടുള്ളത്, അതിനാണ് ഈ 40,000 രൂപ ശമ്പളമെന്ന്. അപ്പോൾ കമല പറയും എൻ്റെ അമ്മേ, ഇങ്ങനത്തെ ഒരു എവിടെയോ കിടക്കുന്ന പെണ്ണ് 40,000 രൂപ ശമ്പളം എന്ന്. അപ്പം മനു പറയും അമ്മയുടെ മകനും ജയിലിൽ കിടക്കുന്നില്ലേ, അവനും ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, പക്ഷെ ഇത്ര വരില്ല, 40,000 രൂപ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ കമലയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് കമല അവിടുന്ന് വഴക്കുണ്ടാക്കി പോവാണ്. അപ്പോൾ ശിവനോട് പറയുകയാണ് ഗംഗൻ, ശിവ നീ പോയിട്ട് കമലേനെ താക്കീത് ചെയ്യണം, മറ്റൊന്നുമല്ല കമല ഇനി വൈജയെ വിളിച്ച് എരി കയറ്റരുത്, അങ്ങനെ എരി കയറ്റി കഴിഞ്ഞാൽ വീണ്ടും ഇത് പ്രശ്നം കൂടുതൽ വഷളാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ശിവൻ പറയും നിങ്ങളെല്ലാവരും കൂടി എന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണല്ലേ എന്ന് പറഞ്ഞാൽ ശിവൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അതിനുശേഷം ഗംഗനും മനുവും കൂടി സംസാരിക്കണം. അപ്പോൾ മനുവിനോട് ചോദിക്കുക എന്താ മോനെ, എന്താണ് അവസ്ഥ, അവൾക്കറിയോ അവൾ എവിടേക്കാണ് പോയിട്ടുള്ളത് എന്ന്. അപ്പോൾ മനു പറയും പറഞ്ഞിട്ടുണ്ടാവണം, കാരണം അവിടെ നിന്ന് പോണ വരെ പറഞ്ഞിട്ടില്ല, പോകുന്ന വഴിക്ക് പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്തായാലും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഗംഗൻ ചോദിക്കും അവൾ നിന്നെ വിളിക്കുകയൊന്നും ചെയ്തില്ലേന്ന്. അപ്പോൾ വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല, ചിലപ്പോൾ അവിടെ പോയിട്ടൊന്ന് സെറ്റിലായിട്ട് വിളിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന്. അപ്പോൾ ഗംഗൻ ചോദിക്കും നിനക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോടാ, നിൻ്റെ മനസ്സിനാണോ അതോ ശരീരത്തിനാണോ ക്ഷീണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയും മനസ്സിൻ്റെ ക്ഷീണം ശരീരത്തെ ബാധിച്ചു തടവില്ലേച്ചായിരുന്നു. അതല്ല മോനെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, അവൾ നിനക്ക് വല്ല പ്രതീക്ഷയും തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയും എനിക്ക് പ്രതീക്ഷ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അതാണ് അതിന് സത്യം, പക്ഷേ അവൾ തന്നതിനേക്കാൾ പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗൻ മനുവിൻ്റെ തോളത്തട്ടിയിട്ട് പറയും നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്, നീ പോയിക്കോ എന്ന്. അപ്പോൾ മനു പറയും വെളിച്ചം കിടക്കുന്നില്ലേ, ഞാൻ കിടക്കാൻ പോകണം, 1-2 കോൾസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കിടക്കാൻ. എന്നാൽ ശരി വെളിച്ച് ഞാൻ കിടക്കാൻ പോകാമെന്ന് പറഞ്ഞ് മനു റൂമിലോട്ട് കിടക്കാൻ പോവുകയാണ്. അങ്ങനെ ആ സമയത്താണ് അലീനയുടെ കോള് മനുവിന് വരുന്നത്. അപ്പോൾ മനു ചോദിക്കും എന്തായി, എങ്ങനെയുണ്ട് അവിടെ, എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ അലീന പറയും കുഴപ്പമൊന്നുമില്ല. ഞാൻ മനുവേട്ടനോടൊരു കാര്യം ചോദിക്കട്ടെ, മനുവേട്ടൻ അവിടെ പോയിരുന്നോ, വീട്ടിൽ പോയിരുന്നോ എന്ന് ചോദിക്കണം. ഞാൻ വീട്ടിൽ പോയിരുന്നു, പിള്ളേരുടെ കൂടെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അലീന പറയും മനുവേട്ടൻ പിള്ളേരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നല്ലേ, എനിക്കൊരു സമാധാനമായി, അച്ഛനുള്ളതിനേക്കാൾ സന്തോഷമാണ് എനിക്ക് മനുവേട്ടൻ ഉള്ളത്, അപ്പം മനുവേട്ടൻ അവരെ നന്നായി ഹാൻഡിൽ ചെയ്യും, അതെനിക്കൊരു സമാധാനമാണെന്ന്. അപ്പം മനു പറയും നിൻ്റെ കോംപ്ലിമെൻറ്റിന് എന്തായാലും താങ്ക് യു, കുറേ കാലമായി നിൻ്റെ ഇങ്ങനത്തെ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ട്, നീ വിളിച്ച കാര്യം പറ, എങ്ങനെയുണ്ട് അവിടെ എല്ലാവരൊക്കെ ആരൊക്കെയാണ്, എങ്ങനെയാണ്, എന്താണ് നിൻ്റെ ജോലിയൊക്കെ ഒന്ന് പറയാമെന്ന്. അപ്പോൾ അലീന ചോദിക്കും മനുവേട്ടാ സത്യം പറ, മനുവേട്ടൻ അറിയാമായിരുന്നില്ലേ ഞാൻ എവിടേക്കാണ് വരുന്നതെന്ന്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മനുവേട്ടൻ്റെ അടുത്ത്. അപ്പോൾ മനു പറയും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു അങ്കിള്, പക്ഷെ ഞാൻ ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു, അത്ര മാത്രമേ എനിക്കറിയുള്ളൂ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ കൃത്യം 9 മണിക്ക് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്